ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ നാടും വീടും ഒക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ച് കാണണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇടുക്കിയുടെ ബോർഡറാണ്. അത് എറണാകുളം ജില്ല തന്നെയാണ്, പക്ഷേ ഇടുക്കി സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് കേട്ടോ. പിന്നെ മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. അതുപോലെ പാടവും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ടെമ്പിളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞമ്പലം, ഒരു കാവ് പോലെയൊക്കെ. പിന്നെ ഈ ഒരു കട പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഈ ഒരു കട നമ്മുടെ ഇവിടെ ഉള്ളൂ. പിന്നെ വേറൊരു കടയുണ്ട്. പിന്നെ കട പോകണമെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ അപ്പുറം പോകണം. പിന്നെ ചെറിയൊരു തോടുണ്ട്. തോടിൻ്റെ സൈഡിലായിട്ട് കുറേ ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളാണ്. ഇത് പണ്ട് നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ. ഈ റബ്ബർ തോട്ടം മുഴുവൻ നെൽപ്പാടങ്ങളായിരുന്നു. ഒരു 3-4 കിലോമീറ്റർ നെൽപ്പാടമായിരുന്നു. ഇപ്പോൾ ആർക്കും സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇത് റബ്ബർ തോട്ടമൊക്കെ ആക്കി. പിന്നെ ഇവിടെ വന്യജീവി ആക്രമണം, അതായത് യാത്രക്കാർ സൂക്ഷിക്കുക എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആനകളുണ്ട്, 6-7 ആനകളുണ്ട്. രാത്രിയിലൊക്കെ ഇറങ്ങും, പകലും ഇപ്പോൾ ഇറങ്ങാറുണ്ട്. ചക്ക തിന്നാനും വെള്ളം കുടിക്കാനൊക്കെ. വെള്ളമില്ലല്ലോ ഇപ്പം, വേനലല്ലേ, അതുകൊണ്ട് ഒരുപാട് ആനകൾ ഇറങ്ങുന്നുണ്ട്. എനിക്കങ്ങോട്ട് പോകാൻ പേടിയാണ്, ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഇത് ചെറിയൊരു കുന്ന് പോലൊക്കെയാണ്. പണ്ട് വലിയ പാറയായിരുന്നു, അതൊക്കെ പൊട്ടിച്ചിപ്പോൾ വഴിയാക്കിയതാണ്. പിന്നെ കുറേ ഇവിടെ വാഴകളുണ്ട്, വാഴത്തോട്ടങ്ങളും. പിന്നെ പോണ വഴി ഒരു ചെറിയ കയറ്റാണ്. പിന്നെ ഇപ്പുറം കുറേ വീടുകളുണ്ട്, അപ്പുറം കുറേ വീടുകളുണ്ട്, കുറേ വീടുകളുണ്ട്. പിന്നെ നമുക്കവിടെ ചെല്ലുമ്പോൾ 2 പേരെ കാണാം. 2 പേരോട് കിടക്കുന്നുണ്ട്. ഒന്ന് എൻ്റെ റിക്കി, പിന്നെ അടുത്ത എൻ്റെ റോക്കിയാണ്. ഇത് റിക്കിക്കുട്ടൻ. റിക്കിക്കുട്ടൻ അവിടെ എന്നെ കണ്ടതേ അവൻ കിടക്കാൻ തുടങ്ങി. അവനും തലോടണം, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇപ്പറയുള്ള നമ്മുടെ റോക്കി നോക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ എടുക്കുന്നില്ല രീതിയിലാണെന്ന് തോന്നണമെന്ന് നോക്കുന്നു. എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലോട്ട് കുറേ നേരമായി ചെന്നിട്ട്. അപ്പം പൊന്നുകുട്ടൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നെ കാണാഞ്ഞിട്ട്. പൊന്നുകുട്ടൻ വന്നു, അമ്മ എവിടെ പോയതെന്നൊക്കെ ചോദിച്ചു. പിന്നെ അകത്തെ കുറേ പിള്ളേർ സെറ്റുണ്ട്. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വന്നേക്കണെയാണ്. ഇവർ പിള്ളേർ വന്നറിഞ്ഞുകൊണ്ട്. കിങ്ങിണിയുണ്ട്, കിങ്ങിണി പുറകെയാണ് ഇരിക്കുന്നത്. പിന്നെ കുഞ്ചൂസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാം TV കാണലും അവിടെ എന്തോ കഴിക്കലും പരിപാടിയൊക്കെയാണ്. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ തറവാട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പം പോണ വഴിയാണിത്. കുറേ ദൂരം നടക്കണം, നമുക്കൊരു 10 മിനിറ്റ് നടക്കണം കേട്ടോ. അപ്പം ഞാൻ സെൽഫി സ്റ്റിക്കൊന്നും എടുത്തില്ല. എൻ്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് കുറേ മിസ്റ്റേക്സും കുറേ ഷെയ്ക്ക് ഇങ്ങനെ അടങ്ങിയൊക്കെ കാണാം. അപ്പം നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദ്യം ക്ഷമിച്ച് കാണുക. അപ്പോൾ പൊന്നുകുട്ടൻ ഓടി, കുഞ്ഞുകുട്ടൻ ഓടി. ഇവർക്ക് ഓട്ടം തന്നെയാണ് പരിപാടി. അപ്പോൾ ഓട്ട മത്സരത്തിൽ ഇവർ ജയിക്കത്തുമില്ല. ഇവർ ചുമ്മാ ഇങ്ങനെ കിടന്ന് ഓടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പൊന്നുനെയും കൈ പിടിച്ചുകൊണ്ട് പോയി. കുഞ്ഞു കുറച്ച് വീഡിയോ ഒക്കെ ഫ്രണ്ടിലേക്കിടെ പോയി എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ കുറേ നടന്ന് നമ്മൾ മടുത്തു. കുറച്ച് വട്ടം കണ്ടപ്പോൾ ഞാൻ സെൽഫി എടുത്ത് തുടങ്ങി. വട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ കൂടെ ഓടുന്നു, ഡാൻസ് കളിക്കുന്നു. അവനെന്തോ ഫ്രീഡം കിട്ടി, ഭയങ്കരമായിട്ട് ഫ്രീഡം കിട്ടിയല്ലോ കേട്ടോ. പിന്നെ കുറേ ദൂരം നടന്ന് അവിടെ ചെന്നപ്പോൾ മടുത്ത് നടന്ന്. പിന്നെ നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? അവിടെയൊക്കെ ഫുള്ള് റബ്ബറും തോട്ടം കേട്ടോ. എവിടെ തിരിഞ്ഞാലും റബ്ബറും തോട്ടം. പിന്നെ എന്താ പറയുന്നത്, പിന്നെ കുറേ പാറക്കൂട്ടൊക്കെ കഴിഞ്ഞിട്ടങ്ങ് പോകണം നമ്മളെ വീടിൻ്റെ അവിടെ എത്താനായിട്ട്. അപ്പോൾ ഏകദേശം വീട് എത്തിയിട്ടുണ്ട്. ഇതായി കുഞ്ഞു വീടാണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ കേട്ടോ. മീൻസ് ഒരുപാട് പേര് ഷോർട്സ് കാണുന്നുണ്ട്, പക്ഷേ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ വീടിനകത്തോട്ട് ചെന്നു. പിന്നകത്ത് അവിടെ കുഞ്ഞമ്മയുണ്ട്, അഞ്ചുക്കുട്ടിയുണ്ട്, അവിടെ ഒരാളിരിപ്പുണ്ട്. പിന്നെ പിള്ളേർ അവരുടെ കളി സ്റ്റാർട്ട് ചെയ്തു. ഓട്ടവും ചാട്ടവും കോലും കുന്തൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി തുടങ്ങി. വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ വരണം, എന്തെങ്കിലും കളിക്കണമെങ്കിലും ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ നടക്കണമെങ്കിലും. നമ്മൾ സിറ്റി ലൈഫിൽ അങ്ങനെ അത്രയും ഫ്രീഡം ഒന്നും പിള്ളേർക്ക് കിട്ടാറില്ലല്ലോ. ഇങ്ങനെ വില്ലേജ് ഏരിയയിലൊക്കെ പിള്ളേരെ കൊണ്ടുപോകും, അവരുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് കൊണ്ടുപോകൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ച് ഫ്രീഡവും കുറച്ച് കളിക്കുകയും ഒക്കെ ചെയ്യാൻ അവർ കുറച്ച് ഫ്രീ ആവുന്നത്. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ എന്താ പറയുക, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ചു, കുറേ നേരം കുഞ്ഞുങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോകുന്നുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം അവിടെ പോകുന്നത്. ഒരു 3-4 മാസമായി ജോലിക്ക് കയറി, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അവരും കുറേ നേരം ബാറ്റും ബോളും കളിച്ചു, പിന്നെ ക്രിക്കറ്റ് കളിച്ചു, പിന്നെ ഫുട്ബോൾ കളിച്ചു, പിന്നെ എന്തോ ഓട്ടപ്പിടുത്തം കളിച്ചു. അങ്ങനെ കുറേ കളികൾ കളിച്ചപ്പോഴേക്കും അവരും മടുത്തു. പിന്നെ അങ്ങോട്ട് തിരിച്ച് നടന്നു പോകാനും എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു. പിന്നെ ഇത് അഞ്ചുകുഞ്ഞിൻ്റെ ആമ്പൽക്കുളമാണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയൊരു ഒരു പാത്രത്തിൽ റെഡിയാക്കി വെക്കുന്നത്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറേ നേരം ജിമിന് അവരോട് കളിക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം ഇവരെ ഷീറ്റ് കളിക്കുന്നു. അങ്ങനെ ഇത് കുറേ കളികൾ കളിച്ചു 2-3 മണിക്കൂർ നേരം കൊണ്ട്.
പിന്നെ കുറേ നേരം ചാച്ചൻ വന്ന് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന് ഞങ്ങൾ ചാച്ചൻ്റെ കൂടെ അങ്ങ് തിരിച്ച് പോവുക ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം പള്ളിയിൽ പോകണം ഒക്കെ ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാനൊരു റീൽസ് എടുത്തു. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഡ്രസ്സ് ഇട്ടിട്ടൊരു റീൽസ് അതിന് കഞ്ചുകുഞ്ഞ് എടുത്തു തന്നാണേ. പിന്നെ ഇവന്മാർ പിന്നെ റോട്ടിലോട്ടാക്കി കളിയൊക്കെ അതികൂടെ വണ്ടിയൊക്കെ വരുന്നത്. എന്നാൽ പോലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും വണ്ടി നിർത്തിയൊക്കെ കൊടുക്കും. പിള്ളേരെ കാണുമ്പോൾ സ്ലോയിലേ പോകത്തുള്ളൂ. ഓട്ടോയൊക്കെ വരുന്ന വഴിയാണ് കേട്ടോ, ചെറിയ വഴിയാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട. പിന്നെ ചാച്ചൻ വന്നു കഴിഞ്ഞ് ഞാൻ ചാച്ചൻ്റെ കൂടെ തിരിച്ചു പോന്നു. ഇപ്പോൾ വീട്ടിലെത്തി. ചാച്ചൻ മാത്ത കിടക്കണ മാങ്ങയൊക്കെ കാണിച്ചു തരണ്ട കേട്ടോ. ചാച്ചൻ്റെ ഒരു കർഷകനാണേ. പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകണമായിരുന്നു. പിന്നെ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു. ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു. ഇത് ഈസ്റ്ററിനെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാട്ട അമ്മ കുഞ്ഞും പൊന്നും എല്ലാവരും കൂടെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.